സൗദിയിലുള്ള പ്രവാസികളെല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു തട്ടിപ്പ് രീതി അവിടെ നടക്കുന്നുണ്ട്. മലയാളികൾ അടക്കമുള്ളവർ ഈ ഒരു തട്ടിപ്പ് സംഘത്തിലുണ്ട്. കാറുകളുടെ കാര്യം പറഞ്ഞിട്ടാണ് ഈ ഒരു തട്ടിപ്പ് നടക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇവർ പരസ്യം ചെയ്യുന്നത്. പുതിയ കാറുകൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ ബാങ്ക് ഡോക്യുമെന്റോ കമ്പനി ഡോക്യുമെന്റ്സോ ഒന്നുമില്ലാതെ സ്വന്തമാക്കാം എന്നുള്ളതാണ് പരസ്യം. ഇത് കണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പറിൽ സംസാരിക്കുന്നതും ഒരു മലയാളിയായിരിക്കും. ഓഫീസിലേക്ക് വരാൻ പറയും. അവിടെ ചെന്ന് നോക്കുമ്പോൾ വേറെയും ഒരുപാട് മലയാളികളാണ്. നമുക്ക് യാതൊരുവിധ സംശയവും തോന്നില്ല. വളരെ കുറഞ്ഞ പൈസ അടച്ച് നമ്മൾ ഒരു വണ്ടി സ്വന്തമാക്കും. തുടർന്ന് പേപ്പർ വർക്ക്സും കാര്യങ്ങളൊന്നും കൃത്യമായി ചെയ്യാതെ മാസങ്ങൾ തള്ളി നിൽക്കും. വണ്ടി നമ്മൾ ഉപയോഗിക്കും. ഒരു സുപ്രഭാതത്തിൽ ആരൊക്കെയോ വന്ന് നമ്മുടെ കയ്യിൽ നിന്നും വണ്ടി എടുത്തുകൊണ്ട് പോകും. അന്വേഷിക്കുമ്പോൾ അവർ റെന്റേക്കാരന്റെ ആളുകളാണെന്ന് പറയും. ഓഫീസിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നോക്കുമ്പോൾ അങ്ങനെ ഒരു ഓഫീസേ ഇല്ല. തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കുമ്പോൾ നോ റെസ്പോൺസ്. അതായത് പണവും ഇല്ല, വണ്ടിയില്ലാത്ത അവസ്ഥ. തുടർന്നുള്ള അന്വേഷണത്തിലാണ് മനസ്സിലാവുന്നത് ഈ കാറുകളൊക്കെ ആക്ച്വലി റെന്റേക്കാർ കാറുകളാണെന്നും ഈ വണ്ടികൾ എടുത്തിട്ടാണ് ഈ ഒരു തട്ടിപ്പ് സംഘം ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്നത് എന്നുള്ളൊരു കാര്യം. ഒടുവിൽ തിരുവനന്തപുരം സ്വദേശിക്കാണ് ഇത്തരത്തിലുള്ള ചതി പറ്റിയത്. അതും റിയാദിൽ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അന്വേഷിക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇത്തരത്തിലുള്ള തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വാങ്ങുന്നവരാണെങ്കിലും വിൽക്കുന്നവരാണെങ്കിലും വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് രീതി ഇപ്പോൾ സൗദിയിൽ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ റിയാദിലാണ് നടന്നിട്ടുള്ളത്. ബട്ട് മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള ആളുകൾ അതുകൊണ്ട് ജാഗ്രത പാലിക്കുക, ശ്രദ്ധിക്കുക.